തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ RSS നേതാവും കുടുംബവും നടത്തിയ ക്രമക്കേടിന്റെ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിന്. RSS നേതാവ് ഷാജി KRനും കുടുംബത്തിനും തൃശൂരിലും ആലത്തൂരിലും വോട്ട്. തൃശൂർ മണ്ഡലത്തിലെ 37-ാം ബൂത്തിലാണ് ഷാജി KRും കുടുംബവും വോട്ട് ചേർത്തത്. MS ലിഷോയ് ചേർന്നു വിശദവിവരങ്ങളുമായി. ലിഷോയ്, നമ്മൾ കഴിഞ്ഞ ദിവസവും ഒരു വീട്ടമ്മയുടെ പ്രതികരണം പുറത്തുവിട്ടിരുന്നു, എക്സ്ക്ലൂസീവ് വാർത്തയായി. ഇപ്പോഴിതാ മറ്റൊന്ന്, RSS നേതാവിനും കുടുംബത്തിനും 2 ഇടങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ട് എന്നത്. ഈ 2 ഇടങ്ങളിൽ പേര് ചേർക്കുക മാത്രമാണോ ഉണ്ടായത്? 2 ഇടങ്ങളിലും ഇവർ വോട്ട് ചെയ്തിട്ടുണ്ടോ? വിശദവിവരങ്ങൾ എന്തൊക്കെയാണ് ലിഷോയ്? അതായത് ഇരട്ട വോട്ട് എന്ന് പറയുന്നത് തന്നെ വലിയൊരു ക്രമക്കേട് തന്നെയാണ്. ഈ ഷാജിയും കുടുംബവും സ്ഥിരമായി താമസിക്കുന്നത് വരവൂർ പഞ്ചായത്തിലെ, തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ വരവൂർ പഞ്ചായത്തിലെ 8-ാം വാർഡിലാണ്. അത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ്. അവിടെ സ്ഥിരമായി ആലത്തൂർ 11-ാം നമ്പർ ബൂത്ത്, അതായത് വരവൂർ ITയിലാണ് ആ ബൂത്ത് ഉള്ളത്. അവിടെയാണ് സ്ഥിരമായി ഇവർ കുടുംബമായി എല്ലാവരും തന്നെ വോട്ട് ചെയ്യാറുള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ തൃശ്ശൂർ ജില്ലയിലെ 37-ാം നമ്പർ ബൂത്ത്, അത് ഉദയാനഗറിലുള്ള ഇൻലാൻഡ് ഫ്ലാറ്റിലാണ് ആ വോട്ട് ചേർത്തിരിക്കുന്നത്. അവിടെ താമസം ഉണ്ട് എന്ന് കാട്ടി രേഖ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിൽ 37-ാം നമ്പർ ബൂത്തിൽ ഇത്തരത്തിൽ വോട്ട് ചേർത്ത് അവിടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അത് ഒരു 2 ഇടങ്ങളിലും ഉണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരു തൃശ്ശൂരിൽ വോട്ട് ചേർത്ത സമയത്ത് തന്നെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലും അവിടുത്തെ വോട്ട് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. 2 ഇടത്തും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം അത് കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും അക്കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇതൊക്കെ തന്നെ ശേഷം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടിക വന്നപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ നിന്നും ആ വോട്ടർ പട്ടികയിൽ നിന്നും വോട്ട് വെട്ടി നീക്കം ചെയ്ത് വീണ്ടും വരവൂർ പഞ്ചായത്തിലേക്ക് പോയിട്ടുണ്ട്. മാത്രമല്ല, എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, 6 മാസമെങ്കിലും ഒരിടത്ത് സ്ഥിരതാമസമാക്കിയാലാണ് വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ സാധിക്കുക. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്തതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ചേലക്കര മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ എന്തായാലും ഷാജിയും കുടുംബവും വോട്ട് ചെയ്തിട്ടുണ്ട്. അത് ആലത്തൂർ മണ്ഡലത്തിലെ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ വരവൂർ പഞ്ചായത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 6 മാസത്തിനിടയ്ക്ക് ലോക്സഭയിലും ഒരിടത്ത് വോട്ട് ചെയ്യുന്നു, നിയമസഭയിൽ മറ്റൊരിടത്ത് വോട്ട് ചെയ്യുന്നു. അങ്ങനെ വ്യാപകമായ ക്രമക്കേടാണ് ഈ ഒരു വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്.